ഹായ് ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കളിക്കൂട് സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നികേഷിനെ കാണാനില്ലെന്നുള്ള വാർത്ത അറിയുമ്പോഴേക്കും തന്നെ സുധീഷനും സുഭാഷിനും അതുപോലെ ഹരീഷിനും ഒക്കെ ടെൻഷനാവുന്നുണ്ട്. എങ്ങോട്ടേക്കാണ് അവൻ പോയെന്നോർത്ത് ആർക്കും ഒരു എത്തും പിടിയും കിട്ടാതിരിക്കുകയായിരുന്നു. കാരണം തൻ്റെ അമ്മയും സുഭാഷ് ചേട്ടനെയും സുധീഷ് ചേട്ടൻ്റെയൊക്കെ അമ്മ വേറൊരു സ്ത്രീയാണെന്നുള്ള സത്യങ്ങളെല്ലാം തന്നെ നമ്മുടെ നികേഷ് മനസ്സിലാക്കി കഴിഞ്ഞു. അതവന് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. നികേഷ് ഇത്രയും നേരമായിട്ടും വീട്ടിലേക്ക് തിരിച്ചു വരാതിരിക്കുമ്പോഴേക്കും നിധിക്കും വല്ലാണ്ട് പേടിയും സങ്കടമൊക്കെ ആവുന്നുണ്ട്. നിധി സുധീഷിനെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യുന്നുണ്ട്. നികേഷ് ഇത്രയും നേരമായിട്ട് ഇതുവരെ വീട്ടിലേക്ക് വന്നിട്ടില്ല. അവൻ കോളേജിൽ നിന്ന് വരേണ്ട സമയം കഴിഞ്ഞു. അവൻ എവിടെയാണെന്നുള്ളത് ഒന്ന് പോയി അന്വേഷിക്കണം. കാരണം അവൻ്റെ ചെറിയ മനസ്സല്ലേ. ഇത്രയും നാളും സ്വന്തമാണെന്ന് കരുതിയവരെല്ലാം പെട്ടെന്ന് അന്യരാണെന്ന് അറിഞ്ഞപ്പോഴേക്കും അവനത് ഒട്ടും തന്നെ താങ്ങാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അവൻ വല്ലാതെ വിഷമിച്ചിരിക്കുക. നികേഷ് എവിടെയാണെന്ന് ഒന്ന് പോയി അന്വേഷിക്കുമെന്നൊക്കെ തന്നെ നിധി സുധീഷിൻ്റെ അടുത്ത് ചോദിക്കാം കേട്ടോ. അങ്ങനെ അവർ 4 പേരും കൂടെ നികേഷിനെ അന്വേഷിച്ച് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. നികേഷ് പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി അന്വേഷിക്കുന്നുണ്ട്. കുറേ നേരമായിട്ടും നികേഷിനെ കുറിച്ച് ഒരു വിവരവും കിട്ടുന്നില്ല. അവൻ കോളേജിൽ പോയിട്ട് വരേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര നേരമായിട്ടും നികേഷ് ഇത് എവിടെ പോയതാണെന്ന് ഒരു വിവരവും കിട്ടുന്നില്ല. നേരം സന്ധ്യയായപ്പോഴേക്കും തന്നെ ഭാസ്കരൻ തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട്. കോളേജ് വിട്ട് നികേഷ് ഇതുവരെ വീട്ടിലേക്ക് വന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഭാസ്കരൻ അറിയുന്നുണ്ടായിരുന്നില്ല. ഇത്രയും നാളും ഇവർ മൂടി വെച്ചിരുന്ന രഹസ്യം നികേഷ് മനസ്സിലാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ സുധീഷ് മോശമായിട്ട് ഭാസ്കരനോട് പെരുമാറുന്നതും താൻ കാരണമാണ് നികേഷ് ഇപ്പോൾ ഈ സത്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞെന്നുള്ള രീതിയിലാണല്ലോ അവരെല്ലാവരും സംസാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഭാസ്കരൻ ഒരുപാട് വിഷമാക്കിയിട്ടുണ്ട്. വീട്ടിലേക്ക് വന്ന് ഭാസ്കരൻ ആരോടും ഒന്നും മിണ്ടാതെ ആ കിടക്കയിൽ തന്നെ കിടക്കുകയാണ്. ആ സമയത്ത് പോലും ഭാസ്കറിന് കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ആരോടും ഒന്നും മിണ്ടാതെ വരാന്തയിൽ ആ കട്ടിൽ ഇങ്ങനെ ഭാസ്കരൻ മിണ്ടാതെ കിടക്കുകയാണ്. ഈ ഒരു സമയത്ത് നിധി വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും. നിധി സുധീഷിനെ വിളിച്ചിട്ട് എന്തായി, നികേഷിനെ കണ്ടുപിടിച്ചോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, ഒരു വിവരവും ഇതുവരെ കിട്ടിയില്ല. അവൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലെല്ലാം പോയി നോക്കി. ഉച്ചയായപ്പോൾ തന്നെ അവൻ കോളേജിൽ നിന്ന് ഇറങ്ങിയെന്നാണ് പറയുന്നത്. പക്ഷേ ഇത്രയും നേരമായിട്ടും അവൻ ഇത് എവിടെ പോയതാ? അവൻ പോകാൻ ചാൻസുള്ള എല്ലാ സ്ഥലത്തും പോയി നോക്കി. അവിടെ എങ്ങും അവൻ ചെന്നിട്ടില്ല. ഇനി അന്വേഷിക്കാൻ ഒരിടവും ബാക്കിയില്ല. ആകെ പേടിയാവുക എന്നിങ്ങനെ സുധീഷ് പറയുക കേട്ടോ. അപ്പോഴേക്കും നിധി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ബീച്ചിൻ്റെ സൈഡിലൊക്കെ പോയി അന്വേഷിച്ചായിരുന്നോ എന്ന്. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, ബീച്ചിൻ്റെ സൈഡിലേക്കോ? അവിടേക്ക് അതിനവൻ തന്നെ പോകാറുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നിധി പറയുന്നുണ്ട്, അതെ, അവൻ അവിടെ പോകാറുണ്ട്. ചിലപ്പോൾ അവൻ അവിടെ കാണുമായിരിക്കും എന്നിങ്ങനെ പറയുക കേട്ടോ നിധി. അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവൻ ഒരുപാട് വിഷമവും സങ്കടവും ആകുമ്പോഴേക്കും അവൻ ആ ബീച്ചിൻ്റെ സൈഡിൽ പോയി ഇങ്ങനെ ഇരിക്കാറുണ്ടെന്ന്. എന്തായാലും നിങ്ങൾ അവിടെ ഒന്ന് പോയി അന്വേഷിക്കുന്നൊക്കെ നിധി പറയുന്നത് കേട്ടോണ്ട് തന്നെ സുധീഷ് ഉടനെ സുഭാഷിനെയും കൂട്ടിക്കൊണ്ട് തന്നെ ബീച്ചിൻ്റെ സൈഡിലൊക്കെ പോയി അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. എന്തായാലും നിധി പറഞ്ഞ പോലെ തന്നെ ബീച്ചിൻ്റെ സൈഡിൽ നികേഷ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവൻ. ഓരോരോ കാര്യങ്ങൾ ഓർത്ത് അവനിരുന്ന് കരയുന്നതെല്ലാം നമ്മുടെ സുഭാഷും സുധീഷയും കാണുക കേട്ടോ. അവർക്കത് സഹിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. സുധീഷ് ഉടനെ സുഭാഷ് ചേട്ടനോട് പറയാ, കണ്ട സുഭാഷ് ചേട്ടാ, അവൻ അവിടെ ഇരുന്ന് കരയുക. അവന് ഈ സംഭവങ്ങളൊന്നും ഒട്ടും സഹിക്കാൻ പറ്റിയിട്ടില്ല. പാവം, അവൻ ഒരിക്കലും ഈ സത്യങ്ങൾ അറിയരുന്നല്ലേ നമ്മൾ ആഗ്രഹിച്ചത്. എന്നിട്ടും അവൻ ഇതൊക്കെ അറിഞ്ഞു. ഇനി നമ്മൾ അവൻ എന്ത് പറഞ്ഞാൽ സമാധാനിപ്പിക്കുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ സുധീഷ്. എന്തായാലും സുഭാഷും സുധീഷും കൂടെ നമ്മുടെ നികേഷിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. നികേഷിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് സുധീഷ് ചോദിക്കുന്നുണ്ട്, മോനെ നികേഷ്, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? നീ ഇവിടെ തന്നെ ഇരിക്കുന്നത് എന്തിനാ? ഇത്രയും നേരമായിട്ട് നീ എന്താ വീട്ടിലേക്ക് വരാഞ്ഞത്? നിന്നെ കാണുന്നത് ഞങ്ങൾ എന്തോരം വിഷമിച്ചെന്നറിയാവോ? വീട്ടിൽ നിധിയാകെ ടെൻഷൻ അടിച്ചിരിക്കുക. നിന്നെ കാണാനില്ലെന്ന് നിധിയാണ് ഞങ്ങളോട് വിളിച്ച് പറഞ്ഞത്. നീ കോളേജിൽ പോയിട്ട് ഇത്ര നേരമായിട്ട് തിരികെ വന്നില്ലെന്ന് പറഞ്ഞു. നീ എന്തിനാ ഇവിടെ ഇരുന്നിങ്ങനെ വിഷമിക്കുന്ന മോനെ? ഇപ്പം വിഷമിക്കാൻ മാത്രം ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. ബാ, എഴുന്നേക്ക്, വീട്ടിൽ പോകാം എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ നമ്മുടെ സുധീഷ്. അപ്പം നികേഷ് ചോദിക്കുന്നുണ്ട്, എന്തിനാ സുധീഷ് ചേട്ടാ? എനിക്ക് കുറച്ച് നേരം ഇവിടെ തന്നെ ഇരിക്കണം തോന്നി സുധീഷ് ചേട്ടാ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. ഇത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ നികേഷിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ബാ ബാ, എഴുന്നേക്ക്, വീട്ടിൽ പോകാം. നിന്നെ കാണാനിട്ട് എല്ലാവരും അവിടെ വിഷമിച്ചിരിക്കുക. എഴുന്നേക്ക് വാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ നികേഷിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് കേട്ടോ സുധീഷ്. അപ്പോഴേക്കും നികേഷ് സുധീഷിനെ കൈ തട്ടി മാട്ടിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഇല്ലേ സുധീഷ് ചേട്ടാ, ഞാൻ ആ വീട്ടിലേക്കില്ല. ആ വീട് ഇപ്പം എൻ്റെ സ്വന്തം അല്ലെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആ വീട് മാത്രമല്ല, നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ. ഇന്നലെ വരെ എൻ്റെ സ്വന്തമെന്ന് ഞാൻ കരുതിയതെല്ലാം ഇപ്പം എനിക്ക് അന്യമായി എന്നൊക്കെ തന്നെ പറഞ്ഞ് കരയുക കേട്ടോ നികേഷ്. അപ്പോഴേക്കും സുധീഷും സുഭാഷും അങ്ങോട്ടേക്ക് വന്നിട്ട് നികേഷിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, എന്താ അസംബന്ധമാടാ നീ പറയുന്നത്? എങ്ങനെയാടാ ഞങ്ങൾ നിനക്ക് അന്യരാകുന്നത്? ഞങ്ങൾക്ക് ഇപ്പോഴും നീ ഞങ്ങളുടെ സ്വന്തം അനിയൻ തന്നെയാണ്. ചുമ്മാ വായി തോന്നുന്ന പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയാതെ നീ വീട്ടിലേക്ക് വരാൻ നോക്കിക്കേ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ സുധീഷും സുഭാഷും നികേഷിനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് ചെല്ലുക കേട്ടോ. അല്ല, നിൻ്റെ ഫോൺ ഇത് എന്ത് ചെയ്യും? നീ എന്താണ് ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നിങ്ങനെ സുധീഷ് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ചാർജ് കയറുന്ന ഓഫായി പോയതാ എന്നിങ്ങനെ നികേഷ് പറയുന്നുണ്ട് കേട്ടോ. അത് ചാർജ് കയറുന്ന ഓഫായതൊന്നുമല്ല, നികേഷ് മനഃപൂർവ്വം അത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതാണ്. അങ്ങനെ നികേഷിനെ കൂട്ടിക്കൊണ്ട് പോകുന്ന വഴിക്ക് തന്നെ സുധീഷ് പറയുന്നുണ്ട്, നിന്നെ കാണാതെ നിധി എന്തുമാത്രം വിഷമിച്ചെന്നറിയാവോ? നിധി ഇപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും. നിന്നെ കാണാത്തതുകൊണ്ട് അവൾ വല്ലാതെ വിഷമിച്ചു. സുഭാഷ് പറയുന്നുണ്ട്, നീ ഇങ്ങനെ സങ്കടപ്പെടേണ്ട ഒരാവശ്യമില്ല മോനെ. എന്തിനാ നീ വെറുതെ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? നിനക്ക് ഞങ്ങൾ എല്ലാവരും ഇല്ലേ?
ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ സ്വന്തം അനിയനാ. നമ്മുടെ അച്ഛൻ്റെ സ്വഭാവം നമുക്കറിയാവുന്നതല്ലേ. അതൊക്കെ നീ വിട്ട് കാണാം, അതൊന്നും നീ കാര്യമാക്കണ്ട. നമ്മളൊരച്ഛൻ്റെ മക്കൾ തന്നെയല്ലേ. പിന്നെ നീ എന്തിനാ അതോർത്ത് വിഷമിക്കുന്നേ? അതൊന്നും ഓർത്ത് നീ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ തന്നെ സുഭാഷ് പറയുന്നുണ്ട്. അങ്ങനെ അവർ നികേഷിനെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ്. ഈ സമയം കൊണ്ട് തന്നെ വർക്ക്ഷോപ്പിൽ നിന്ന് ഹരീഷ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവരെ വരുന്നതും കാത്ത് നിധി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. നികേഷിനെ കൂട്ടി അങ്ങോട്ടേക്ക് ചെല്ലുന്ന കാണുമ്പോഴേക്ക് തന്നെ ഹരീഷ് ചോദിക്കുന്നുണ്ട്, എന്നതാടാ നീ ഇത് എവിടെ പോയി കിടക്കുകയായിരുന്നു? മനുഷ്യൻ എത്രമാത്രം ടെൻഷൻ അടിച്ചു എന്നറിയാവോ? നീ എന്ത് പരിപാടിയായി കാണിച്ചെന്നൊക്കെ തന്നെ ചോദിക്കുകയാണ് കേട്ടോ നികേഷിൻ്റെ അടുത്ത്. നീ എന്തിനാ മോനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? വെള്ളം അടിച്ചിട്ട് വായി തോന്നുന്ന ഓരോന്നൊക്കെ വിളിച്ച് പറഞ്ഞെന്നും പറഞ്ഞ് നീ ഞങ്ങൾക്ക് അന്യനാവോ? നീ ഞങ്ങളുടെ സ്വന്തം അനിയൻ തന്നെയാ. അല്ലെങ്കിലും അമ്മ രണ്ടായാലും ഇപ്പം എന്താ കുഴപ്പം? അച്ഛനൊന്നല്ലേ. അങ്ങനെ നീ അതൊന്നും ഓർത്ത് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നികേഷിനെ ഒന്നുകൂടെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ ഹരീഷ്. നികേഷിന് ഒരു കുഴപ്പമില്ലാതെ തിരികെ വീട്ടിലേക്ക് വന്നത് കണ്ടപ്പോഴേക്കും നിധിക്കും സമാധാനമാവുന്നുണ്ട്. ഹരീഷ് പറയുന്നുണ്ട്, നീ ഇതുവരെ വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല എന്ന് ഏട്ടത്തി വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയാവോ? ഞാൻ എവിടെയൊക്കെ പോയി അന്വേഷിച്ചു എന്ന് എനിക്ക് പോലും അറിയില്ല. അവസാനം സുധീഷ് ഏട്ടൻ വിളിച്ച് പറഞ്ഞു നീ ബീച്ചിൻ്റെ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു എന്ന്. നിന്നെയും കൂട്ടിക്കൊണ്ട് ഇപ്പം തന്നെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ ആകെ ടെൻഷൻ അടിച്ച് പോയി മോനെ. ഞങ്ങൾ ആകെ വിഷമിച്ച് പോയി എന്നൊക്കെ ഹരീഷ് ഇങ്ങനെ പറയുക. നികേഷ് ആണെങ്കിൽ ഈ സമയം കൊണ്ട് തന്നെ നികേഷ് ആണെങ്കിലും സങ്കടം സഹിക്കാനാവാതെ കരയുകയാണ് കേട്ടോ. നിധി പറയുന്നുണ്ട്, ഇനി എന്തിനാ നീ കരയുന്നേ? നീ കരച്ചിൽ നിർത്ത്. ഇവിടെ കരയാൻ മാത്രം ഒന്നും സംഭവിച്ചില്ലല്ലോ. പുറമേ സങ്കടമൊന്നും കാണിച്ചില്ലെങ്കിലും ഭാസ്കറിൻ്റെ മനസ്സ് നീറിപ്പോകുകയായിരുന്നു. നികേഷ് തിരിച്ചു വന്നത് കാണുമ്പോഴേക്കും ഭാസ്കറിന് ഒരുപാട് സമാധാനമാവുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്ന് നികേഷിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അകത്തേക്ക് വന്നതിന് ശേഷം നിധി നികേഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നികേഷെ നീ എന്ത് മണ്ടത്തരായി കാണിച്ചത്? നിന്നെ കാണാതെ ഇവിടെ ഉള്ളവർ എത്രമാത്രം വിഷമിച്ചോ എന്ന് നിനക്കറിയാവോ? നിന്റെ മനസ്സിൽ എത്രത്തോളം വിഷമമുണ്ടെന്നൊക്കെയുള്ളത് എനിക്കറിയാം നികേഷെ. എന്നാലും ഞാൻ പറയാം, ഇത്രത്തോളം ഒരു അനിയനെ സ്നേഹിക്കുന്ന ചേട്ടന്മാരെ ഞാൻ ഇതിനു മുമ്പ് എങ്ങും കണ്ടിട്ടില്ല. അവർ നിന്റെ സ്വന്തം കൂടപ്പിറപ്പുകൾ തന്നെയല്ലേ. ഒരമ്മയുടെ വയറ്റിൽ ജനിച്ചതല്ലെങ്കിൽ പോലും നിന്നോടുള്ള സ്നേഹത്തിന് ഒരു തരി പോലും അവർ കുറവ് കാണിച്ചിട്ടില്ല. നിന്നെ നല്ല രീതിക്ക് പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കണമെന്ന് മാത്രമേ അവർ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇങ്ങനെയുള്ള ചേട്ടന്മാരെ കിട്ടിയത് തന്നെയാണ് നിന്റെ ഭാഗ്യം. പിന്നെ നീ എന്തിനാ സംഭവിച്ചു പോയ കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിക്കുന്നത്? പഴയ കാര്യങ്ങൾ ഓർത്ത് ഇനി നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതേക്കുറിച്ച് ഓർത്ത് വിഷമിക്കാൻ നിൽക്കരുത്. എഴുന്നേറ്റ് പോയി ഒന്ന് ഫ്രഷ് ആക്കി. നിധിയുടെ വാക്കുകൾ കേട്ടിട്ട് പോലും നികേഷിന് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നികേഷ് ഇരുന്ന് കരയുകയാണ് കേട്ടോ. അവസാനം നിധി പറയുന്നുണ്ട്, നികേഷെ നീ ഇങ്ങനെ കരയല്ലേ. ഞാനല്ലേ പറയുന്നോ, ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലേ. ഇനി കരയരുത്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എല്ലാവർക്കും നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അത് നീ മനസ്സിലാക്കുക. നിങ്ങൾ ഒരച്ഛൻ്റെ മക്കൾ തന്നെയല്ലേ. നിങ്ങൾ ചേട്ടനനിയന്മാർ തന്നെയാണ്. നിന്റെ മനസ്സിലുള്ള എല്ലാ തെറ്റിദ്ധാരണകളും നീ മാറ്റിവെച്ച് പഴയ പോലെ തന്നെ നിങ്ങൾ സ്നേഹത്തോടെ ഇരിക്കണം. അതാ എൻ്റെ ആഗ്രഹം. അതാ എനിക്കും സന്തോഷം എന്നൊക്കെ തന്നെ നിധി പറയുകയാണ്. അങ്ങനെ അവസാനം നികേഷ് നിധിയുടെ വാക്കുകളൊക്കെ കേട്ട് കരച്ചിൽ നിർത്തുകയാണ് കേട്ടോ. അങ്ങനെ രാത്രി കിടക്കുമ്പോൾ പോലും നികേഷിനെ കെട്ടിപ്പിടിച്ചാണ് അവർ മൂന്നുപേരും കിടക്കുന്നത്. ഒരു കുഞ്ഞിനെ പോലാണ് നികേഷിനെ എല്ലാവരും സ്നേഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നികേഷിൻ്റെ ഈ ഒരു സങ്കടം അവർക്ക് ആർക്കും തന്നെ സഹിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരിക്കലും ഈ സത്യങ്ങൾ നികേഷ് അറിയാൻ പാടില്ലെന്ന് എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഏതോ ഒരു നിമിഷത്തിൽ സത്യങ്ങളെല്ലാം നികേഷ് അറിയുകയും ചെയ്തു. ആ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ട് കേട്ടോ. സുഭാഷ് ചേട്ടനാണ് ഈ സങ്കടം ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. അത്രയ്ക്ക് ഇഷ്ടമാണ് സുഭാഷ് ചേട്ടന് നികേഷിനെ. പിറ്റേ ദിവസം രാവിലെ തന്നെ നിധി നികേഷിനെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അമ്പലത്തിൽ ചെന്ന് തൊഴുതിന് ശേഷം വഴിപാടും പൂജകളും എല്ലാം കഴിഞ്ഞ് നിധിയും നികേഷും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. നികേഷിൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു വിഷമം മാറിയിട്ടില്ല എന്നുള്ളത് നിധി മനസ്സിലാക്കുകയാണ്. ആ ഒരു സമയത്ത് നിധി നികേഷിൻ്റെ അടുത്തായിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാ ഇനി അതോർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നിന്നെ ഇത്രയും സ്നേഹിക്കുന്ന 3 ചേട്ടന്മാരില്ലേ നിനക്ക്? നീ അവരുടെ സ്വന്തം അനിയൻ തന്നെയാണ്. ഇത്രയും ചെറിയ കാര്യത്തിന് നീ ഒരിക്കലും തകർന്നു പോകരുത് നികേഷ് എന്നിങ്ങനെ പറയുകയാണ്. നിന്റെ മനസ്സിന് എത്രയും കട്ടിയുള്ളോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നിധി ചോദിക്കുമ്പോഴേക്കും നികേഷ് പറയുന്നുണ്ട്, അത് പിന്നെ ഏട്ടത്തി എനിക്കിത് അങ്ങോട്ടേക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എൻ്റെ മനസ്സിൽ നീ വിഷമം മാറുന്നില്ല എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് നികേഷ് നിധിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഏട്ടത്തി ഈ സത്യങ്ങൾ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ വിഷമം ഇവരെന്തുകൊണ്ട് എന്നോട് സത്യങ്ങൾ നേരത്തെ പറയാഞ്ഞത്? ഞാൻ വേറൊരു അമ്മയുടെ വയറ്റിൽ ജനിച്ച കുഞ്ഞാണെങ്കിൽ പോലും ഇവരെന്നോട് ഈ സത്യങ്ങളൊക്കെ നേരത്തെ പറയേണ്ടതല്ലായിരുന്നു ഏട്ടത്തി. എന്തിനാ ഇവരെന്നോട് ഇതൊക്കെ മറച്ചു വെച്ചതെന്നൊക്കെ ഓർത്ത് നികേഷ് വീണ്ടും കരയുക കേട്ടോ. അപ്പോഴേക്കും നിധി പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ലെന്ന് അവർക്ക് തോന്നിക്കാണും. നിന്നെ അവരുടെ സ്വന്തം കൂടപ്പുറപ്പായിട്ടല്ലേ കാണുന്നത്. സ്വന്തം കുഞ്ഞനിയനായിട്ടല്ലേ അവർ നിന്നെ സ്നേഹിച്ചത്. അപ്പോൾ പിന്നെ നീ വേറൊരമ്മയുടെ വയറ്റിൽ ജനിച്ച മകനാണെന്ന് അവരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ നികേഷേ. 2 അമ്മയുടെ മക്കളാണെങ്കിലും അച്ഛൻ ഒരാളല്ലേ. ഒരച്ഛൻ്റെ മക്കളല്ലേ നിങ്ങളെല്ലാവരും. പണ്ട് കാലത്തൊക്കെ അങ്ങനെയല്ലായിരുന്നോ? ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുന്നവരില്ലേ? അവർക്കൊക്കെ 2 ഭാര്യമാരിലെ മക്കളും ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തും അവരെല്ലാവരും ചേട്ടനനിയന്മാരെ പോലെ തന്നെയല്ലേ ജീവിച്ചിട്ടുണ്ടാവുക. ഇതൊന്നും അത്ര വിഷയമാക്കേണ്ട കാര്യമല്ല നികേഷേ. നീ വെറുതെ ഇതൊക്കെ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ തന്നെ നമ്മുടെ നിധി പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് നികേഷിനെ. അങ്ങനെ മനസ്സിനൊരാശ്വാസമായിട്ട് തന്നെ നമ്മുടെ നികേഷ് തിരികെ വീട്ടിലെത്തുന്നുണ്ട്.
സുഭാഷ് ചേട്ടൻ നേരത്തെ തന്നെ എഴുന്നേറ്റ് രാവിലെ നികേഷിന് ഇഷ്ടമുള്ള ഇടിയപ്പൊക്കെ തന്നെ ഉണ്ടാക്കിയാണ് കേട്ടോ. നികേഷ് എഴുന്നേറ്റ് വരുമ്പോഴേക്കും കഴിഞ്ഞ സംഭവങ്ങളെല്ലാം മറന്നിട്ട് പഴയതുപോലെ തന്നെ അവൻ നല്ല ആക്റ്റീവായിരിക്കും എന്നൊക്കെയാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷെ അവൻ്റെ മനസ്സിൽ ആ സങ്കടം ഒട്ടും തന്നെ മാറിയിട്ടില്ലായിരുന്നു. അത് അവൻ്റെ പെരുമാറ്റത്തിൽ നിന്നും സംസാരത്തിൽ നിന്നൊക്കെ സുഭാഷ് ചേട്ടന് മനസ്സിലാവുകയാണ്. നീ ഇപ്പോഴും അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോടാ എന്നിങ്ങനെ നമ്മുടെ സുഭാഷ് ചേട്ടൻ നികേഷിനടുത്ത് ചോദിക്കുമ്പോഴേക്കും ഇല്ല സുഭാഷ് ചേട്ടാ എന്നിങ്ങനെ പറഞ്ഞ് നികേഷ് ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ട്. നിനക്ക് ഇഷ്ടമുള്ള ഇടിയപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കിയേക്കുന്നത് നീ കഴിക്കണം എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പം എനിക്ക് വിശക്കണില്ല സുഭാഷ് ചേട്ടാ, എനിക്ക് വിശക്കുമ്പോൾ ഞാൻ കഴിച്ചോളാം എന്നിങ്ങനെ പറഞ്ഞിട്ട് കിച്ചണിൽ നിന്ന് തന്നെ പോകുന്നുണ്ട്. ഇത് കാണുമ്പോൾ സുഭാഷ് ചേട്ടന് വിഷമാവുകയാണ് കേട്ടോ. സുഭാഷ് ചേട്ടൻ അന്ന് എന്തായാലും പണിക്ക് പോകുന്നില്ല. സുഭാഷ് ചേട്ടൻ എന്തായാലും നികേഷിനെ തന്നെ ആക്കിച്ച് അന്ന് പണിക്ക് പോകാനായിട്ട് തോന്നുന്നില്ല. സുധീഷും ഹരീഷും എന്തായാലും പോകും, അവർക്ക് പോകാതിരിക്കാൻ കഴിയില്ല. പിന്നെ നിധി ഇവിടെ തന്നെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നൊരു ദിവസം വീട്ടിലിരിക്കാമെന്ന് സുഭാഷ് തീരുമാനിക്കുകയാണ് കേട്ടോ. സുധീഷും ഹരീഷും വന്നിട്ട് സുഭാഷ് ചേട്ടനോട് ചോദിക്കുന്നുണ്ട്, അല്ല സുഭാഷ് ചേട്ടാ ഇന്ന് സുഭാഷ് ചേട്ടൻ പോകുന്നില്ലേ എന്ന്. ഇല്ലടാ ഇന്ന് ഞാൻ പോകുന്നില്ല, ഇന്ന് ഞാൻ വീട്ടിൽ ഇരിക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും നികേഷ് ചോദിക്കുന്നുണ്ട്, അതെന്താ സുഭാഷ് ചേട്ടാ, ഞാൻ എങ്ങോട്ടെങ്കിലും പോകുമെന്ന് ഓർത്തിട്ടാണോ സുഭാഷ് ചേട്ടൻ ഇന്ന് പോകാതിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ സുഭാഷ് ചേട്ടൻ പൊക്കോ, ഞാൻ എങ്ങോട്ടേക്കും പോകില്ല, ഞാൻ ഇവിടെ തന്നെ കാണുമെന്നൊക്കെ നമ്മുടെ നികേഷ് പറയുന്നുണ്ട്. അതുകൊണ്ടൊന്നും അല്ല മോനെ, ഇന്ന് സൈഡിലേക്ക് പോകാൻ ഒരു സുഖമില്ല, അതുകൊണ്ട് ഇന്നൊരു ദിവസം ലീവ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ എല്ലാ ദിവസവും പോകുന്നതല്ലേ, ഇന്നൊരു ദിവസം വീട്ടിൽ ഇരിക്കാം എന്നിങ്ങനെ സുഭാഷ് പറയുകയാണേ. എന്തായാലും ഇന്ന് വീട്ടിൽ ഇരിക്കുകയല്ലേ, അതുകൊണ്ട് മോന് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി തരാമെന്ന് ഓർത്തു. എന്താ മോന് വേണ്ടെന്നൊക്കെ ഇങ്ങനെ നികേഷിനടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും തന്നെ സുധീഷിനും ഹരീഷിനും കാര്യം മനസ്സിലാവുന്നുണ്ട്. നികേഷിൻ്റെ മനസ്സിലെ വിഷമമൊക്കെ മാറ്റാനായിട്ട് തന്നെയാണ് സുഭാഷ് ചേട്ടൻ ഇന്ന് ലീവ് എടുക്കുന്നുള്ളത്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നികേഷിന് ചിക്കൻ ബിരിയാണി ഇഷ്ടമല്ലേ, എന്നാൽ പിന്നെ ചിക്കൻ ബിരിയാണി തന്നെ ആക്കിക്കോ സുഭാഷ് ചേട്ടാ, അതാകുമ്പോൾ നികേഷിന് ഇഷ്ടപ്പെടും എന്നൊക്കെ പറയുകയാണ്. സാധനങ്ങളെല്ലാം തന്നെ ഞാൻ മേടിച്ചു തരാം, സുഭാഷ് ചേട്ടൻ അത് ഉണ്ടാക്കിയാൽ മതി എന്നും പറയുകയാണ് സുധീഷ്. എന്തായാലും അത് കേൾക്കുമ്പോൾ നിധിക്കും സന്തോഷമാവുന്നുണ്ട്. നികേഷിൻ്റെ മനസ്സിലെ വിഷമം മാറ്റാനായിട്ടാണല്ലോ ഇവർ മൂന്നുപേരും ഇങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്യുന്നത്. അത് കാണുമ്പോൾ നിധിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്തായാലും സുധീഷ് പോയിട്ട് ചിക്കൻ ബിരിയാണി വയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം തന്നെ മേടിച്ചോണ്ടെന്ന് സുഭാഷിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സുധീഷും ഹരീഷും അവരുടെ ജോലിയൊക്കെ ആയിട്ട് അവരങ്ങ് പോവുകയാണ്. ചിക്കൻ ബിരിയാണി എന്തായാലും ആക്കിക്കോ, ഉച്ചയാകുമ്പോഴേക്കും ഞങ്ങൾ വന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. അങ്ങനെ നിധി സുഭാഷേട്ടനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കയറുകയാണ്. ആ സമയത്ത് നിധി മനഃപൂർവ്വം നികേഷിനെ വിളിച്ച് അടുത്ത് നിർത്തിക്കൊണ്ട് തന്നെ നികേഷിനെ കൊണ്ട് ഓരോന്നൊക്കെ ചെയ്യിക്കുക കേട്ടോ. കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴും അവൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു വിഷമം മാറുമെന്ന് ഓർത്തിട്ടേനെ. എന്തായാലും നികേഷിൻ്റെ മനസ്സിലെ വിഷമം മാറ്റാനുള്ള തത്രപ്പാടിലാണ് നമ്മുടെ 3 സഹോദരങ്ങളും ഏട്ടത്തിയമ്മയും. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.